Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അയിലമീൻ കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് തയ്യാറാക്കുന്നത്. ഈ ഒരു ഐറ്റം നമുക്ക് പാർട്ടികളിൽ പോലും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരവ് തയ്യാറാക്കി എടുക്കണം. ഞാൻ 1 കിലോ അയില വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെ കുറച്ച് സാധനങ്ങളൊക്കെ കളഞ്ഞു വന്നപ്പോൾ ഒരു 3/4 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാൻ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു അരമുറി നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നീരുള്ള നാരങ്ങ ആയതുകൊണ്ട് ഒരു അരമുറി ചേർത്താൽ മതി. നീരില്ലാത്ത ചെറിയ നാരങ്ങയ്ക്കാണെങ്കിൽ ഒരു നാരങ്ങ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇപ്പം നാരങ്ങയുടെ നീരൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതെല്ലാം അരവൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അതേ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മീനിലേക്ക് നമ്മൾ ഈ അരവ് എടുക്കുന്ന സമയത്ത് അത്രയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മീനിലേക്ക് നമ്മൾ മീനിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്ന പൊള്ളിച്ചെടുക്കുന്ന മീനിൽ ഒരുപാട് വെള്ളം ചേർത്ത് അരവ് തയ്യാറാക്കരുത് കേട്ടോ. മീനിൽ ഒട്ടി നിൽക്കുന്ന പോലെ ഇതേപോലെ വേണം നമ്മൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ അരവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ അരവ് ഈ മീനിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വരഞ്ഞിട്ടുള്ളതിൻ്റെയൊക്കെ ഈ ഇടയിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വിടവിലേക്കൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരവ് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുമൊക്കെ അരവ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ അതേ ഒരെണ്ണം ഞാൻ ഇതേപോലെ തേച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും അരവ് തേച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 2 തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ ഈ പൊള്ളിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണല്ലോ പൊള്ളിക്കുന്നത്. അപ്പോൾ ഇത് മീൻ വരഞ്ഞെടുക്കുമ്പോൾ 2 അറ്റവും പിളർന്നു പോകാതെ ആ നടുക്ക് മാത്രം ഒന്ന് വരഞ്ഞെടുത്താൽ മതി കേട്ടോ. അല്ലാതെ 2 അറ്റവും പിളർന്നു പോകരുത്. അപ്പോൾ ഞാൻ 3 അയിലയുടെ അരവ് തേച്ചെടുത്തിട്ടുണ്ട്. അരവ് എനിക്ക് കറക്റ്റ് പാകമായിരുന്നു. ഇനി ഇത് ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത് ഫ്രിഡ്ജിൽ താഴത്താണ് വെക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാലും മതിയാകും കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വലിയ മീനായതുകൊണ്ട് കുറച്ച് എണ്ണ അധികം വേണ്ടി വരും. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ആ കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ മീൻ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു അല്പം കൂട്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കരുത് കേട്ടോ. നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വെന്ത് കരിമുരാന്നാവരുത്. നമുക്കിത് പൊള്ളിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രം ഇത് നമുക്കിങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തത്. കുറച്ച് സമയം എടുത്തിട്ടാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഒരെണ്ണം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ മീൻ പൊരിച്ചിട്ടുള്ള ആ എണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ നിന്ന് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 5 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇതിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 10 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. 10 ചുവന്നുള്ളിയും കൂടി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ മീനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ അരവിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാള അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് വന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ തക്കാളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി കൂടി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് പൊടികളാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും
അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും അല്ല 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഉലുവ ഒന്ന് ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയുടെ പൊടി കൂടുതൽ ചേർക്കണ്ട കേട്ടോ, കൂടുതൽ ചേർത്താൽ കയ്പ്പുണ്ടാവും. ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് അതിൻ്റെ പച്ചച്ചുവയൊന്ന് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം കുടംപുളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കേക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 സ്പൂൺ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. അത് ആ വെള്ളത്തോടെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ കുടംപുളി കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ പിഴിയുന്ന പുളി എടുത്തിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് ചേർത്ത് കൊടുത്താലും മതി. കുടംപുളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നമുക്കിതൊരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം. ഞാൻ 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. ഇത് ടേസ്റ്റ് നോക്കാം. ഇതിൻ്റെ പുളിയും ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്, എരിവുമൊക്കെ പാകമാണ്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിനിടെ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് അരവ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ അരവൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരവ് കൂടുതലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇത് നമുക്ക് ആവിയിൽ വെന്ത് വരുന്ന സമയത്ത്. അപ്പോൾ ഈ കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. നല്ല അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കൊണ്ടു, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതെ, നന്നായിട്ട് അതിൻ്റെ മുകളിൽ കൂടി അരവൊക്കെ നന്നായിട്ട് അവിടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മസാല മീനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേയും കൂടി ഒരു തണ്ട് കറിവേപ്പില കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. മടക്കുന്ന സമയത്ത് ഈ സൈഡിലൊക്കെയുള്ള മസാല കൂടെ ആ മീനിലേക്ക് നന്നായി പിടിച്ചോളും. ഇനി നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ അത് മീനിൻ്റെ തലഭാഗം ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. തല നമ്മൾ കളയാതെ അല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. എൻ്റെ അടുത്തുണ്ടായിരുന്ന വാഴനാര് കുറച്ച് ഉണങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തിട്ടൊക്കെ വാഴയുടേതൊക്കെ ചീഞ്ഞ് തുടങ്ങിയിരിക്കണു. അപ്പോൾ പിന്നെ ഇത് ഉണങ്ങിയതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതേ ഒരെണ്ണം ഞാൻ ഇതേപോലെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ മറ്റുള്ളതും 2 കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി ചെമ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഒരു പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആവുന്ന സമയത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് 3 എണ്ണവും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. 2 എണ്ണം ഉള്ളൂ ശരിക്കിരിക്കുക. അപ്പോൾ നമുക്ക് 3 എണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആവി വന്നതിന് ശേഷം മാത്രമേ വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അതിനുശേഷം ഒരു വാഴയില കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഈ ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അയില പൊള്ളിച്ചതാണ് കേട്ടോ, ആവിയിൽ പൊള്ളിച്ചെടുത്തത്. അപ്പോൾ അതെ ഞാനൊരു 15 മിനിറ്റാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ അയില പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്ക് ചെയ്യണം. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.